عليكم ورحمة الله تعالى وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. فإني أوصيكم وإياي بتقوى الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. وقال الله تعالى في القرآن الكريم: بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മഹത്തായ നമ്മുടെ ഈ സദസ്സിന്റെ അധ്യക്ഷൻ, മഹല്ല് ജമാഅത്തിന്റെ അഭിവന്ദ്യ പ്രസിഡന്റ് ഇബ്രാഹിം ഹാജി സാഹിബ്, നമുക്ക് വേണ്ടി ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഫാരിസ് മംനൂൻ ഫൈസി ഉസ്താദ് അവറുകൾ, വേദിയിലുള്ള മഹല്ല് ജമാഅത്തിന്റെ അഭിവന്ദ്യ ജനറൽ സെക്രട്ടറി നെല്ലേരി ഹമീദ് അലി സാഹിബ്, സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ OK അഷ്റഫ് സാഹിബ്, KP അസീസ് സാഹിബ്, അതുപോലെ വേദിയിലുള്ള ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരാകുന്ന ജമാൽ ഫാദിലി ഉസ്താദ്, അതുപോലെ മിഥിലാജ് ദാരിമി ഉസ്താദ്, പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, സുഹൃത്തുക്കൾ, മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മഹത്തായ ഒരുമിച്ചുകൂടൽ അല്ലാഹു നമ്മളിൽ ഖബൂലാക്കുമാറാവട്ടെ. ആമീൻ. ഇതുപോലെ അല്ലാഹു തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളേവരെയും അല്ലാഹു ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യ പ്രഭാഷകൻ നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഏതായാലും അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് കോളയാട് മുസ്ലിം ജമാഅത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം തേടുന്ന കാരുണ്യം എന്ന പ്രമേയത്തിൽ ബഹ്ജ മദീന എന്ന നാമധേയത്തിൽ നമ്മുടെ പരിപാടി ഇന്നിവിടെ തുടങ്ങി. അൽഹംദുലില്ലാ, ഇവിടെ പറയപ്പെട്ടതുപോലെ പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും വളരെ പ്രൗഢഗംഭീരമായ ജനാവലിയോടുകൂടിയുള്ള ഒരു നബിദിന സന്ദേശ റാലി നമ്മുടെ പരിസരത്ത് കൂടി കടന്നുപോയപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയായിട്ടുണ്ട്. അല്ലാഹു തആല അതൊക്കെ നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അതിനുശേഷം നമ്മുടെ മഹല്ലത്തിലെ എല്ലാ ആളുകളും, പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഒരുമിച്ച് കൂടി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലിദ് സദസ്സ് സംഘടിപ്പിച്ച് അതിനുശേഷം എല്ലാ വീട്ടുകാർക്കും നല്ല സുഭിക്ഷമായ ഭക്ഷണം വിതരണം ചെയ്ത് എല്ലാം ഗ്രാഹത്തോടുകൂടി കഴിച്ച് ഇന്ന് മഗ്രിബിന് ശേഷം നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാകുന്നു. അള്ളാഹുവെ, എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇന്നു മുതൽ നാളെ മറ്റന്നാൾ ആയി 3 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന നമ്മുടെ നബിദിന പരിപാടി എല്ലാം കഴിയുന്നത് വരെ നിങ്ങളുടെയൊക്കെ പൂർണ്ണ സഹകരണം ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഇവിടെ പറയപ്പെട്ടതുപോലെ നമ്മുടെ നാടിന്റെ ഐക്യവും ഒരുമയുമൊക്കെ ഇവിടെ സ്വാഗത പ്രഭാഷകനും അതുപോലെ അധ്യക്ഷ പ്രഭാഷകനും ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ എല്ലാം ആകുന്ന പ്രവാസി സുഹൃത്തുക്കൾ ഈ നാടിന്റെ നെടും തൂണെന്ന് പറയാം. അവരാണ് നമ്മുടെ ഈ നാടിന്റെ എല്ലാം. അവര് അകമഴിഞ്ഞ് 99% ആളുകൾ പ്രവാസ ലോകത്താണെങ്കിലും നമ്മുടെ നാടിന്റെ ദീനീ ചൈതന്യം, ഇവിടെ നടക്കുന്ന ദീനീ സംരംഭങ്ങൾക്കൊക്കെയുള്ള എല്ലാ താങ്ങും തണലും ആ പ്രവാസി സുഹൃത്തുക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ സഈകളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവർക്ക് അല്ലാഹു തആല ജോലികൾ, ഏർപ്പാട്, ബിസിനസ്സുകളിലേക്ക് അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ആമീൻ. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഇവിടെ ഇന്നലെ മഗ്രിബിന് ശേഷം നമ്മുടെ മസ്ജിദിൽ സാധാരണഗതി നടക്കാറുള്ള മൗലിദ് സദസ്സ് സംഘടിപ്പിച്ചു. അതിനുശേഷം നല്ല ഒരു ഭക്ഷണം കൊടുത്തു. അത് ഈ നബിദിനവുമായി ബന്ധപ്പെട്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ചില യുവ സുഹൃത്തുക്കൾ, അത് പ്രത്യേകം എടുത്തു പറയാൻ തോന്നിയത് കൊണ്ട് പറയുകയാ, അവര് ക്രിയേറ്റ് ചെയ്ത് ഇന്നലെ മഗ്രിബിന് ശേഷമുള്ള ആ ഭക്ഷണവും ഇന്നിവിടെ നടന്ന മൗലിദ് സദസ്സിലേക്ക് മധുരമായിക്കൊണ്ടും മറ്റുള്ള ചീരണികളായിക്കൊണ്ടും പാനീയങ്ങളായിക്കൊണ്ടും ഒക്കെ അവർ ഈ നബിദിനത്തിൽ അവർ പങ്കാളികളായി. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമാകുന്ന കാഴ്ചയാ. ഇന്ന് സുബഹിക്ക് ശേഷം, സുബഹിക്ക് മുമ്പുള്ള മൗലിദിൽ ബഹുമാനപ്പെട്ട ഹാജിക്കയുടെ വക നല്ല പറയാം ആടിന്റെ ഇറച്ചിയും അതുപോലെ കുബൂസൊക്കെ നല്ല സുഭിക്ഷമായ ഭക്ഷണം നൽകി. നോക്കൂ നിങ്ങൾ, ഏത് പരിപാടിയാണെങ്കിലും ഇന്നത്തെ ഭക്ഷണം എനിക്ക് തന്നെ അത്ഭുതമായി. കാരണം പല നാടുകളിലും ഇപ്രാവശ്യം ചോറ് മാത്രം കൊടുത്ത് ഒഴിവാക്കിയതാ. നമ്മുടെ ചെറുവാഞ്ചേരിയിലൊക്കെ ചോറ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആരും പോയി കുറ്റം പറയാൻ നിൽക്കണ്ട, എനിക്ക് അടി കിട്ടും.
കാരണം വലിയ മഹലാണ്, 850ഓളം വീടുകളുണ്ട്. അപ്പൊ കൊടുക്കുക എന്ന് പറയുമ്പോൾ പ്രയാസമാണ്. സാധാരണഗതിയിൽ കൊടുക്കാറുണ്ട്, പക്ഷെ പ്രവാസ ലോകത്തുള്ള ഫിനാൻഷ്യൽ പ്രശ്നമുള്ളത് കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ 300 സംതിങ് വീടുകൾ ഉണ്ടെങ്കിലും 350 കിലോ അരിയും, അത് 100 രൂപയുടെ അരിയല്ല, 200 രൂപയുടെ നല്ല ബിരിയാണി അരി, അതും 350 കിലോ ഇറച്ചിയും. ഇവിടെ നമ്മൾ ആരും കൈനീട്ടി പിരിച്ചിട്ടൊന്നുമില്ല. പള്ളിയിൽ നിന്ന് ചില പള്ളികളിലൊക്കെ ജുമാക്ക് ശേഷം പിരിവെടുത്തിയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളും നമ്മുടെ നാട്ടുകാരും ഒരുമിച്ച് നിന്ന് വളരെ സുഭിക്ഷമായ ഭക്ഷണം അൽഹംദുലില്ലാ ഇന്ന് എല്ലാവരും കഴിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ആ മൗലിദിന്റെ തബറുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാ, കണ്ടോ? ഇവിടെ നേരത്തെ പറഞ്ഞു സ്വാഗത പ്രഭാഷണം, ഇവിടെ 1.5 ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ ഇവിടെ വന്നു, ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവുകൾ. ഇതൊക്കെ ഈ ചെറിയൊരു മഹല്ലത്തിന്റെ ഉള്ളിൽ നിന്ന് നടക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കല്ലേ അഭിമാനിക്കാൻ പറ്റുന്നത്? അതോ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നാടിന്റെ ഐക്യം അത് വലിയ ഒരു സംഭവം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഐക്യമൊക്കെ അല്ലാഹു തആല എന്നെന്നും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ അനൗൺസ്മെന്റിൽ കേട്ടു. The Muhammad sallallahu alaihi wasallam not only a prophet but the doctor of world എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫാദിലി ഉസ്താദ് നേരത്തെ അനൗൺസ്മെന്റ് ചെയ്തു പോയി പറഞ്ഞു. അതായത് നബി തങ്ങൾ വെറും ഒരു പ്രവാചകനല്ല, ഈ ലോകത്തിന്റെ ഡോക്ടറാണ്. ലോകത്തിന് എന്ത് രോഗം വന്നാലും നമുക്ക് ഡോക്ടർമാർക്ക് പോയി ചികിത്സിക്കുന്നത് പോലെ ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, പൈശാചികമായി ഈ മാനവികത സമൂഹത്തിന് വേണ്ടി നേർവഴി കാണിച്ചു കൊടുത്ത സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, മൈക്കൽ എച്ച് ഹേർട്ട് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ വാനശാസ്ത്രജ്ഞൻ, ഗവേഷകൻ, അദ്ദേഹം 1978 അദ്ദേഹം ഒരു പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന്റെ പേര് ഇങ്ങനെയാ, The 100 the most influential persons in history. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രമുഖരാകുന്ന 100 വ്യക്തികൾ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിന്റെ പേരിൽ ഈ അമേരിക്കൻ വാനശാസ്ത്രജ്ഞനും ഗവേഷകനുമായ മൈക്കൽ എച്ച് ഹേർട്ട് 1 നമ്പർ, ഏറ്റവും ലോകത്തെ ഏറ്റവും നമ്പർ 1 പേഴ്സൺ ആയിക്കൊണ്ട് ആ മൈക്കൽ എച്ച് ഹേർട്ട് കൊണ്ടുവന്നത് ദ പ്രൊഫറ്റ് മുഹമ്മദ് പീസ് ബി അപ്പോൺ ഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയ ഒറ്റൊരു ഉദാഹരണം ഇത്. ഈ അദ്ദേഹം ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ നമ്പർ 1 പേഴ്സൺ എന്ന് പറയുന്നത് ആദരവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ടാ. കണ്ടാ, ഇതാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. നബി തങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെയല്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നേ പറ്റൂ. അവിടുത്തെ സഹാബിയാവാൻ പറ്റിയില്ല. ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാർ, ലക്ഷോപലക്ഷം ഔലിയാക്കന്മാർ ഒരുമിച്ച് കൂടിയാലും ഒരു സ്വഹാബിയുടെ പവറിൽ ആ ഔലിയാക്കന്മാർ എത്തൂല. കാരണം സ്വഹാബിയായത് അത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുഹബത്ത് കൊണ്ടാ. ഒരൊറ്റ ചരിത്രം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഉദ്ഘാടനമായതുകൊണ്ട് ഒറ്റൊരു ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതിനുള്ള ഒരൊറ്റൊരു ഉദാഹരണം പറയുകയാ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്, യാ റസൂലുള്ളാഹിനെ പറ്റി പറയുകയാണ്, നബിയേ, അള്ളാഹുവിന്റെ പ്രവാചകർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാ. ഹിജ്റ പോയ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു തആല പറയുകയാണ്, നബിയേ, അങ്ങ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം എന്ന് പറയുകയാ. അപ്പോൾ 16 മാസത്തോളം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുകയാ. ആദ്യം കഅബയിലേക്ക്, മക്കയിലെ മസ്ജിദുൽ ഹറാമിലുള്ള കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച പ്രവാചകനോട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പോ അത് നിസ്കരിക്കാൻ എന്താണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ എന്നും ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറയുന്നുണ്ട്.
ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത് ജൂതന്മാർ ആ സമയത്ത് മദീനയിൽ ഒരുപാട് ജൂതന്മാർ ഉണ്ടായിരുന്ന കാലമായിരുന്നു. ആ ജൂതന്മാരോടൊരു ആകർഷിക്കാൻ വേണ്ടി, അവർക്ക് ദീനിനോടൊരു ആകർഷണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരുനിസ്കരിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ്. എന്നാൽ 16 മാസത്തോളം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരുനിസ്കരിച്ചു. പക്ഷേ പ്രവാചകരുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാ, എനിക്ക് കഅബയിലേക്ക് തന്നെ തിരുനിസ്കരിക്കണം. നബി തങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഅബയിലേക്കാ. ഇങ്ങനെ ഓരോ നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകർ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കും. ജിബ്രീൽ വന്നോ, വല്ല വഹീമായി ജിബ്രീൽ വന്നിട്ടുണ്ടോ, ഇങ്ങനെ നോക്കും. അപ്പോൾ അല്ലാഹു തആല അവസാനം പറയുകയാണ്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നോക്കണം, നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഅബയിലേക്ക് തിരിയണം, അവിടേക്കാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ അല്ലാഹു തആല ഇടപെടുകയാണ്. അല്ലാഹു തആല നബി തങ്ങളോട് പറയുകയാണ്, പ്രവാചകരേ, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അങ്ങ് മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ നിസ്കരിച്ചോ. അതായത് ആദ്യം നിസ്കരിച്ച കഅബയിലേക്ക് തന്നെ തിരിനിസ്കരിക്കൂ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകരോടുള്ള മഹബത്ത് അള്ളാഹ്ക്ക് എത്രത്തോളം ഉണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരൊറ്റ സംഭവം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്നുണ്ട്, ഹദീസുകളിലുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇത് എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവാചകനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അവിടുത്തെ പ്രവാചകരോടുള്ള മഹബത്ത് എന്ന് പറയുന്നത് ഇതൊക്കെ മഹബത്തിന്റെ ഭാഗമാണ്. മഹബത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ലോജിക്. നമുക്ക് ലോജിക്ക് നമ്മുടെ ബുദ്ധി നോക്കിയാൽ മനസ്സിലാവൂല. അള്ളാഹുവിന്റെ പ്രവാചകരുടെ രക്തം അത് ഒഴിവാക്കാൻ ഒരു സഹാബിയോട് പറഞ്ഞു. അപ്പൊ നമ്മുടെ ലോജിക്ക് പറയുക, രക്തം എന്ന് പറയുന്നത് നജസല്ലേ, ആ നജസ് ഒഴിവാക്കണം. എന്നാൽ ആ സഹാബി ചെയ്തിട്ടുള്ളത് ആ രക്തമെടുത്ത് കുടിച്ചു. പ്രിയമുള്ളവരെ, അതാ പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് ലോജിക്. ദ ലവ് ഈസ് നോട്ട് ലോജിക്. ഒരിക്കലും സ്നേഹം എന്ന് പറയുന്നത് ലോജിക് അല്ല. അത് പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, അവിടെ നിന്ന് വുളു എടുക്കുന്ന സമയത്ത് സഹാബാത്ത് ഇങ്ങനെ ചുറ്റും കൂടിയിരിക്കുന്നതാ. അവിടുത്തെ വുളുവിന്റെ തബറുക്ക് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടുത്തെ കഫൻ അതെടുക്കാൻ കാത്തു നിൽക്കുക. ഇതൊക്കെയാ സ്നേഹം. അപ്പൊ നമുക്ക് തോന്നുക അത് ചെയ്യാൻ പറ്റൂലേ, പക്ഷെ നബി തങ്ങളോടുള്ള സ്നേഹം അതാ. അതുകൊണ്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹു സിറിയയിലേക്ക് നാട് കടത്തി. അപ്പോഴും എന്തേ, എന്റെ പ്രവാചകൻ കണ്ട, അത്രയും അതുക്കും മേലെ നമ്മൾ പറയാറില്ലേ, അതുക്കും മേലെ അതാ സംഗതി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അവിടുത്തെ മഹബത്ത് ഖൽബിൽ വരണം, ഒരുപാട് പഠിക്കണം, അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അവിടുത്തെ പഠിപ്പിച്ചിരുന്ന അദബ്, മര്യാദ, അച്ചടക്കം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ സമുദായത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് അച്ചടക്കമാണ്. അതുകൊണ്ടാണ് മദ്രസയിൽ അദബുൻ, മര്യാദ, എൽമുണ്ടായിട്ട് കാര്യമില്ല, വലിയ സംഭവമായിട്ട് കാര്യമില്ല. അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 23 വർഷക്കാലം പ്രബോധനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവും വേണം, നമ്മുടെ ഖൽബ് നന്നാക്കുകയും വേണം, അച്ചടക്കവും വേണം. ഓരോരുത്തരുടെയും സ്ഥാനങ്ങളും മാനങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. കൂടുതലായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ സംസാരിക്കാം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധ വാക്യത്താൽ ഈ മഹത്തായ സംരംഭം, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. താങ്ക് യു.